മിശിഹായിലെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് വിശുദ്ധ എവുപ്രാസ്യമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോഴാണ് നമുക്കറിയാം ഒത്തിരി വിശേഷണങ്ങൾ എവുപ്രാസ്യമ്മയെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ട്. ചലിക്കുന്ന സക്രാരി, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന അമ്മ, ഒത്തിരി വിശേഷണങ്ങൾ എവുപ്രാസ്യമ്മയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ കുന്നുകളുമായിട്ട് എവുപ്രാസ്യമ്മയ്ക്ക് അഭേദ്യമായിട്ടൊരു ബന്ധമുണ്ട്. ഞാൻ പറയുന്ന ചില കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വായിച്ചറിവോ കേട്ടറിവോ ഇല്ലാത്ത കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതിന് കാരണമുണ്ട്. ഞാനിന്ന് അച്ഛനായിട്ട് ഈ അൾത്തറയിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിലേ അതിൻ്റെ കാരണക്കാരി വിശുദ്ധ എവുപ്രാസ്യമ്മയാണ്. കാരണം തിയോളജി പഠന സമയത്ത് ഞാൻ എൻ്റെ ദൈവവിളി അവസാന വർഷത്തിലെ എൻ്റെ ദൈവവിളി അവസാനിപ്പിച്ച് വീട്ടിലേക്ക് പോരാനായിട്ട് തീരുമാനിച്ച സമയത്ത് എവുപ്രാസ്യമ്മയാണ് എൻ്റെ മുറിയിൽ പ്രത്യക്ഷപ്പെട്ട് എനിക്ക് ധൈര്യം പകർന്നു നൽകിയത്. ഈ കാണുന്ന രൂപമൊന്നുമല്ല എവുപ്രാസ്യമ്മയുടേത്. എൻ്റെ നഗ്നമായ കണ്ണുകൾ കൊണ്ട് ഞാൻ എവുപ്രാസ്യമ്മയെ കണ്ടിട്ടുണ്ട്. കറുത്ത് വിരൂപിയായ ഏകദേശം ചെറിയ കൂനുള്ള ഒരു കന്യാസ്ത്രീയാണ് എവുപ്രാസ്യമ്മ. ഈ കാണുന്ന വെളുത്ത മുഖോ ഇതൊന്നുമല്ല. അന്നു മുതൽ തുടങ്ങിയതാണ് ഞാനും എവുപ്രാസ്യമായിട്ടുള്ള ബന്ധം. ദൈവം പ്രത്യേകമായിട്ട് എവുപ്രാസ്യമ്മയിലൂടെ എനിക്ക് തോന്നുന്നത് എവുപ്രാസ്യമ്മയുടെ നാമകരണം നടത്താനായിട്ട് എന്നെ ഒരുപാട് ദൈവം ഉപകരണമാക്കി മാറ്റിയിട്ടുണ്ട്. എവുപ്രാസ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് അപ്പോഴൊന്നും വലിയ വിശ്വാസമില്ലാത്ത ആളാണ്. ചില കാര്യങ്ങളൊക്കെ ബുദ്ധി കൊണ്ട് മാത്രമേ ഞാൻ ചിന്തിക്കുകയുള്ളൂ, പ്രവർത്തിക്കുകയുള്ളൂ. എവുപ്രാസ്യമ്മ ചോദിച്ചു, എവുപ്രാസ്യമേ, ഞാൻ പറയുന്ന അടയാളം ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്, ചെകുത്താനും വിശുദ്ധാത്മാക്ക രൂപത്തിൽ വരുമെന്ന്. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന അടയാളം എനിക്ക് കാണിച്ചു തന്നാൽ മാത്രമേ ഞാനത് വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് എവുപ്രാസ്യമ്മയ്ക്ക് 2 അടയാളം കാണിച്ചത്. ഞാനിതുവരെ എന്താ അതിൻ്റെ അടയാളം എന്ന് ഞാൻ ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല. വിശുദ്ധിയാമ്മ വെളിപ്പെടുത്താമെന്ന് പറഞ്ഞത്, പിന്നെ ഞാൻ വെളിപ്പെടുത്തിയിട്ടില്ല ഇത്ര നാളായിട്ടും. അങ്ങനെ എവുപ്രാസ്യമ്മ അന്ന് മുതലേ എൻ്റെ ഞങ്ങൾ അമ്മയും മോനാന്ന് എല്ലാവരും പറയണേ. സെയിം സിസ്റ്റേഴ്സ് പ്രത്യേകിച്ച് പറയുന്നത് അങ്ങനെ തന്നെയാണ് ഞങ്ങൾ തമ്മിൽ ഒരു അഭേദ്യമായ ബന്ധം എവുപ്രാസ്യമായിട്ട് എനിക്കുണ്ട്. അതിനുശേഷം ഡീക്കൻ പട്ടം കഴിഞ്ഞു. ഒത്തിരി പ്രതിസന്ധികൾ കടന്നുപോയ സമയത്ത് ആണ് ആ ഡീക്കൻ പട്ടം കഴിഞ്ഞത്. അതിനുശേഷം എനിക്ക് പ്രൊവിൻഷ്യാളച്ചൻ ഡീക്കൻ മിനിസ്റ്റർ ചെയ്യാനായിട്ട്, അതും എവുപ്രാസ്യമ്മയുടെ വളരെ ഒരു ഇടപെടലാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രൊവിൻഷ്യാളച്ചൻ ഡീക്കൻ മിനിസ്റ്റർ ചെയ്യാനായിട്ട് എന്നെ ഏൽപ്പിച്ചെന്നത് പള്ളി തെക്കൻ താണിശ്ശേരി പള്ളിയാണ്. തെക്കൻ താണിശ്ശേരി പള്ളി ഇരിഞ്ഞാട് രൂപതയിലാണ്. മെയ് മാസം 31-ാം തീയതി ജൂൺ 1-ാം തീയതി 2010 ജൂൺ 1 മുതലാണ് അവിടെ ഡീക്കൻ മിനിസ്ട്രി തുടങ്ങേണ്ടത്. മെയ് 31-ാം തീയതി അവിടുത്തെ വികാരിച്ചൻ മംഗലനച്ചൻ വിളിച്ചു പറയുകയാണ്, ഞങ്ങൾക്ക് ഈ കൊല്ലം ഡീക്കനെ വേണ്ടാന്ന്. അപ്പം എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എവുപ്രാസ്യമ്മയോട് പറഞ്ഞു, എവുപ്രാസ്യമേ, എൻ്റെ ഡീക്കൻ മിനിസ്ട്രി പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള പള്ളിയിലായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. 2 ഓപ്ഷനാണ് ഞാൻ വെച്ചിരുന്നത് എവുപ്രാസ്യമ്മയുടെ അടുത്ത്. എൻ്റെ ഡീക്കൻ മിനിസ്ട്രിയും എൻ്റെ പട്ടം കഴിഞ്ഞ ആദ്യത്തെ വർഷം എനിക്ക് മാതാവിൻ്റെ പള്ളിയിൽ മാത്രം ഇരുന്നാൽ മതി, വേറൊരു പള്ളിയിൽ ഇരിക്കാൻ പറ്റില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അങ്ങനെ തെക്കൻ താണിശ്ശേരി പള്ളിയിലേക്ക് അപ്പോയിൻമെൻറ്റ് തന്നു. 31-ാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട മരിച്ചുപോയ ജോർജ് പൈസൂക്കനച്ചൻ മലയാള ഡയറക്ടറായിരുന്നു. ഞങ്ങളുടെ പ്രൊവിൻഷ്യാളച്ചൻ 30-ാം തീയതി കാലത്ത് വിളിച്ചിട്ട് പ്രൊവിൻഷ്യാളച്ചനെ ഈ മംഗലച്ചൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ കൊല്ലം ഡീക്കനെ വേണ്ട എന്ന്. പ്രൊവിൻഷ്യാളച്ചനാകെ ധർമ്മ സങ്കടത്തിലായി. വേറൊരു മാർഗമൊന്നുമില്ല. അങ്ങനെ ഇരിക്കും പ്രൊവിൻഷ്യാളച്ചന് ഫോൺ വിളി. അവിടുന്ന് ഒരു അരമണിക്കൂർ എന്നോട് പ്രൊവിൻഷ്യാളച്ചൻ പറഞ്ഞു, നിനക്ക് ഡീക്കൻ മിനിസ്റ്റർ ചെയ്യാനായിട്ട് സ്ഥലമില്ല, ഒന്നും പറ്റിയില്ലെങ്കിൽ ഇവിടെ പ്രൊവിൻഷ്യൽസിൽ നിന്നോളാൻ പറഞ്ഞു. അവസാനം ബാക്കി എല്ലാവർക്കും സ്ഥലങ്ങളൊക്കെ ആയി. എല്ലാവരും 1-ാം തീയതി തന്നെ പോകാനായിട്ട് തീരുമാനിച്ചു. എല്ലാവരും 1-ാം തീയതി കാലത്ത് തന്നെ കൊണ്ടാക്കുമെന്നും പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു
1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പായ അഭിമന്യ റാഫേൽ തട്ടിലെ പിതാവ് അന്ന് സഹായമെത്രാനായിട്ട് ചാർജ് എടുത്ത് കഴിഞ്ഞിട്ട് പ്രൊവിൻഷ്യാളച്ചിട്ട് പറഞ്ഞു, പ്രൊവിൻഷ്യാളച്ച ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒരു ഡീക്കനെ വേണം, അവിടെ നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. എല്ലാം അഭേദ്യമായി ബന്ധമുണ്ട് അതിനകത്ത്. പ്രൊവിൻഷ്യാളച്ചൻ സന്തോഷമായി. അപ്പോൾ പ്രൊവിൻഷ്യാളച്ചൻ പറഞ്ഞു, എനിക്കൊരു ഡീക്കനുണ്ട്, കൊടുക്കാൻ സ്ഥലം, അത് ഞങ്ങൾ വിഷമിച്ചിരിക്കുകയെന്ന്. അങ്ങനെ 2010 എനിക്ക് കിട്ടിയ ഡീക്കൻ മിനിസ്ട്രി, അതും ഏപ്രസമ തൊട്ടടുത്തുള്ള മേരിമാത, ഒല്ലൂരുള്ള മേരിമാത പള്ളിയിലാണ് ഞാൻ ഡീക്കൻ മിനിസ്ട്രി ആരംഭിച്ചത്. എൻ്റെ വികാരി ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾ ഞെട്ടിത്തെറിക്കും. ബഹുമാനപ്പെട്ട ഷാജൻ തേറമടച്ചന. അതും വളരെ ഒരു അത്ഭുതം എന്ന് പറഞ്ഞോണം. അച്ഛൻ ധ്യാനത്തിൻ്റെ മേഖലയിൽ ഒപ്പം അച്ഛൻ ഈ 6 മാസക്കാലഘട്ടം അച്ഛൻ്റെ കൂടെ ജീവിതം ശരിക്കും ഒത്തിരിയേറെ എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. കാരണം ഷാജനച്ഛൻ്റെ കൂടെ ആദ്യമായിട്ട് ഷാജനച്ഛൻ ഇടവപ്പള്ളിയിൽ ഇരുന്നിട്ടുണ്ടെങ്കിലും അച്ഛൻ ആദ്യമായിട്ടാണ് ഒരു അസിസ്റ്റൻ്റ് കടന്നു വരുന്നത്. അപ്പം അച്ഛനും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ ഒത്തിരി സ്നേഹത്തോടെ തലോടിച്ച് ലാളിച്ച് ഞങ്ങൾ ഒരു 6 മാസം കടന്നു പോയത് അറിഞ്ഞില്ല. അച്ഛൻ്റെ ആദ്യത്തെ അസിസ്റ്റൻ്റ് ഞാനാണ്. അപ്പോൾ സന്തോഷമുണ്ട്. കാരണം അച്ഛൻ 12 വർഷം നമ്മുടെ KSTയുടെ ചെയർമാനായിട്ട് തിരിച്ചു വന്നപ്പോൾ പിതാവ് കൊടുത്ത പള്ളിയാണ് മേരിമാത പള്ളി. അച്ഛൻ 1 തീയതി ജൂൺ 1 തീയതിയോട് ചാർജ് എടുത്തു. ഞാൻ പോയി ചാർജ് എടുത്തത് 3 തീയതിയാണ്. അവിടുന്ന് യുപ്രാസ്യമ്മയുടെ അടുത്തേക്ക് യുപ്രാസ്യമ്മ എന്നെ കൊണ്ടുവന്നു. അപ്പോൾ ഈ ഒക്ടോബർ 29 തീയതി ആഗസ്റ്റ് 29 തീയതി യുപ്രാസ്യമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ 20 തീയതി മുതൽ നൊവേനയുണ്ട്. മദർ ഷാജൻസൻ പറഞ്ഞിരുന്നു, നൊവേനയ്ക്ക് നീ സഹായിക്കാൻ പോകണം. ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഇടിച്ചു കയറി അങ്ങോട്ട് പോകാനൊന്നും പോയില്ല. 20 തീയതി ഞാൻ പോയില്ല. അപ്പോൾ മദർ വിളിച്ചു, ഡീക്കൻ അച്ഛൻ ഇവിടെ കുർബാനയ്ക്ക് കൊടുക്കാനായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി 9 ദിവസം നൊവേനയ്ക്കും പെരുന്നാൾക്കും ഡീക്കൻ അച്ഛൻ ഇവിടെ എന്തായാലും ഉണ്ടാവണം എന്ന് പറഞ്ഞു. അങ്ങനെ 21 തീയതി ഞാൻ 2010 ആഗസ്റ്റ് 21 തീയതി ഞാൻ അൾത്താരയിലേക്ക് യുപ്രാസ്യം അൾത്താരയിലേക്ക് കയറി കുർബാനയ്ക്ക് കൊടുക്കാനായിട്ട്. കുർബാന ചെയ്യുന്ന പല അച്ഛന്മാരാണ്. കുർബാന കൊടുക്കാനായിട്ട് വന്നപ്പോൾ അൾത്താരയെ മുഴുവനും നല്ല സുഗന്ധാഭിഷേകം, നല്ല സ്മെല്ല്, മുല്ലപ്പൂ നല്ല മൂക്കിലടിച്ച് കയറുന്നു. അപ്പം ഞാൻ വിചാരിച്ചു സിസ്റ്റേഴ്സ് ആരെങ്കിലും സ്പ്രേ അടിച്ചിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. അപ്പം ഞാൻ യുപ്രാസ്യം ചോദിച്ചു, യുപ്രാസ്യമേ ഇത് സ്പ്രേ അടിച്ചതാണോ എങ്കിലേ ഞാൻ 24 മണിക്കൂർ നാളെ ഈ സമയം വരെ ഈ സ്മെല്ല് എനിക്ക് അനുഭവപ്പെടണം എന്ന് പറഞ്ഞു. അപ്പോൾ യുപ്രാസ്യം പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് പോയി പള്ളിമേട എത്തി. ഒല്ലൂര് അവിടുന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ. നടന്ന് പള്ളിമേട എത്തി. അവിടെ എൻ്റെ ഉടുപ്പ് മാറിയിട്ടുമ്പോഴും ആ ഉടുപ്പിൽ മുഴുവനും ഈ സ്മെല്ലുണ്ട്. അപ്പോൾ യുപ്രാസ്യമ വീണ്ടും എനിക്കൊരു അടയാളം തന്നു. പിറ്റേത് 9 ദിവസം ഞാനവിടെ യുപ്രാസ്യമ്മയുടെ ഒത്തിരിയേറെ പ്രാർത്ഥിച്ച് അവിടുന്ന് യുപ്രാസ്യമ്മ എന്നെ ഒത്തിരിയധികം സഹായിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങളിലെ യുപ്രാസ്യമ്മ എന്നെ സഹായിച്ചിട്ട് മാത്രമല്ല, യുപ്രാസ്യമ്മയുടെ ഈ നാമകരണത്തിന് വേണ്ടിയിട്ട് 2010 കൂടിയ കോടതിയുടെ തെളിവെടുപ്പൊക്കെ ഞാൻ അതിൽ സംബന്ധിച്ചിട്ടുണ്ട്. അന്ന് 4 പേര് ടീം മെമ്പേഴ്സായിട്ട് ഷാജനച്ചനായിരുന്നു ആദ്യം ടീം മെമ്പർ. പിന്നെ കുറച്ച് ഷാജനച്ചന് വയ്യാണ്ടൊക്കെ ആയപ്പോൾ ഞാനാണ് പിന്നീട് ഒരു ടീം മെമ്പറായിട്ട്. ക്ലിയോപെട്രമ്മയുടെ കൂടെയും ക്രിസ്ലോഗ, ക്ലിയോട്രമ്മ സിസ്റ്റർ, ചൈതന്യ സിസ്റ്റർ, പിന്നെ ഞങ്ങൾ 4 പേരായിരുന്നു പിന്നീട് അവിടെ യുപ്രാസ്യമ്മയുടെ ധ്യാന സെൻറ്ററിൽ ധ്യാനം നടത്താനൊക്കെ ആയിട്ട് ദൈവം പ്രത്യേകമായിട്ടും നിയോഗിച്ചത്. അതിലിപ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ട ക്ലിയോപെട്രമ്മയും ബഹുമാനപ്പെട്ട ചൈതന്യ സിസ്റ്റർ മരിച്ചു. ഇപ്പോൾ ഇരിക്കുന്ന ഒരു സാക്ഷിയായിട്ട് ഇരിക്കുന്ന വ്യക്തി ബഹുമാനപ്പെട്ട ക്രിസ്ലോഗമയാണ്. ഈ യുപ്രാസ്യമ്മയുടെ നാമകരണം വിശുദ്ധ പദവി നടക്കാതിരിക്കാനായിട്ട് ഒത്തിരി തിന്മകൾ പലരും ചോദിച്ചിട്ടുണ്ട്. അച്ഛാ ഇങ്ങനൊരു സംഗതി അച്ഛൻ അവിടെ ഉണ്ടായിട്ടുണ്ട്, അച്ഛൻ എന്താ അത് പറയാത്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നടക്കാതിരിക്കാനായിട്ട് സാത്താൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ് വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല.
ഞാനും ക്ലിയപ്പെട്ടമ്മയും ക്രിസ്ലോകം സിസ്റ്ററും ചൈതന്യ സിസ്റ്ററും ഞങ്ങൾ 4 പേരും കൂടിയിട്ട് പ്രാർത്ഥിച്ച് അവിടെ ഒരു തിന്മയുടെ അസ്വസ്ഥത കടന്നു വരുന്ന മനസ്സിലാക്കിയിട്ട് പ്രാർത്ഥിച്ച് വെഞ്ചിരിക്കുന്ന സമയത്ത് എൻ്റെ കഴുത്തിൽ ഒരാൾ പിടിച്ചിട്ട് ഇങ്ങനെ പൊക്കി നിർത്തി. നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ല. അത്രയും ആ എബ്രസമ്മയുടെ തകർക്കാനായിട്ട് നെഗറ്റീവ് എനർജി വളരെ ശക്തമായിട്ടും ഉണ്ടായിരുന്നു. ഉടനെ ക്ലിയപ്പെട്ടമ്മയും ചൈതന്യ സിസ്റ്ററും ഓളിയിട്ട് കരഞ്ഞ ഈശോയെ എബ്രസമ്മയെ വരണേ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ വീണ്ടും താഴേക്ക് ഇറങ്ങി. എൻ്റെ കഴുത്തിൽ പിടിച്ച് പൊക്കിയ ആൾ അതേ സ്പീഡിൽ ആ ചുമരം പിടിച്ചിട്ട് ചുമരോട് ചേർന്ന് നിന്നിട്ട് ഞാൻ ഇങ്ങനെ പൊക്കി അതേപോലെ താഴേക്ക് ഇറക്കി. അതിൽ ഒരാൾ മാത്രമേ ഉള്ളൂ സാക്ഷിയായിട്ട്, ക്രിസ്ലോഗമ സിസ്റ്റർ. ബാക്കി 2 പേര് മരിച്ചുപോയി. അതിനുശേഷം ഇപ്പം എനിക്ക് വാശിയായിരുന്നു, എൻ്റെ അമ്മയുടെ വിശുദ്ധ പദവിക്ക് തടസ്സം നിൽക്കുന്നവൻ ആരായാലും ശരി അവൻ്റെ അന്ത്യം കണ്ടിട്ടേ ഞാൻ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞു. ശത്രുക്കളെ സ്നേഹിക്കാൻ കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ദൈവം നടപ്പിലാക്കണം. ഞാൻ കുർബാനയിലെ പിലാസ് ഉയർത്തുമ്പോൾ പ്രാർത്ഥിച്ചു, ഈശോയെ ഇത് വെളിപ്പെടുത്തി തരണമെന്ന്. വെളിപ്പെടുത്തി തന്നു. അതുവരെ നമുക്ക് അറിയില്ലായിരുന്നു അയാളാണ് ഇവിടെ ഇത്രയും ശക്തമായിട്ട് തിന്മയ്ക്കെതിരെ ഈ പ്രസമ്മയുടെ വിശുദ്ധ പദവി നടപ്പിലാക്കാനായിട്ട് തടസ്സമായി നിൽക്കുന്ന ആൾ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചിരുന്നില്ല. അവിടെ ഏറ്റവും ഈ പ്രസമ്മയുടെ വിശുദ്ധ പദവിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരാൾ തന്നെയായിരുന്നു സാത്താൻ എടുത്ത് ഉപയോഗിച്ചത്. അന്ന് കുർബാന കഴിഞ്ഞപ്പോൾ ക്ലേപ്പെട്ടമ്മ എന്നെ വിളിച്ചു, അച്ഛാ ഇന്ന ആൾക്ക് സ്ട്രോക്ക് ഉണ്ടായി, ആള് കോമ സ്റ്റേജിലാണ്. ഈ പ്രസിമ കൃത്യമായിട്ട് അടയാളം തന്നു, ആ ആള് തന്നെയാണ്. കൃത്യമായി ഞാൻ അവിടെ പറഞ്ഞിരുന്നു, മുൻകൂട്ടി പറഞ്ഞിരുന്നു, ഇന്ന ആൾക്ക് ഇന്ന് രാത്രി സ്ട്രോക്ക് ഉണ്ട്. നമ്മുടെ യുപ്രസമ്മയുടെ പദവിക്ക് തടസ്സം നിൽക്കുന്ന ആരായാലും ആൾക്ക് ഇന്ന് രാത്രി സ്ട്രോക്ക് ഉണ്ടാവും. അതുപോലെ ആൾക്ക് വ്യക്തമായിട്ട് സ്ട്രോക്കായി, ആൾ കോമ സ്റ്റേജിൽ കിടന്നു. കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. പിന്നീട് ആൾ മരണപ്പെട്ടു. അതുപോലെ ഒത്തിരി കാര്യങ്ങൾ യുപ്രസമ്മ വഴി നടത്തിയിട്ടുണ്ട്. അവിടുന്ന് മുതലേ 2014 നാമകരണം, 15 ക്ലേപ്പെട്ടമ്മ മരിക്കണ മുമ്പ് ക്ലേപ്പെട്ടമ്മോട് ഞാൻ പറഞ്ഞു, എൻ്റെ പണി, എൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു, ഞാനിവിടെ വരില്ല എന്നുള്ളത്. നമ്മളെ ഏൽപ്പിച്ച് ഡ്യൂട്ടി കഴിഞ്ഞു, പിന്നെ അവിടെ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ക്ലേപ്പെട്ടമ്മ പറഞ്ഞു, ഞാൻ മരിക്കണ വരെ നീ ഇവിടെ ഉണ്ടായിരിക്കണം, നീ ഇവിടെ വരണം, അതെൻ്റെ ആവശ്യമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ക്ലേപ്പെട്ടമ്മ മരിക്കണ മുമ്പ് ഞാൻ ഇവിടെ വരാം. ക്ലേപ്പെട്ടമ്മ മരിക്കണ മുമ്പ് അവസാനമായിട്ട് കുമ്പസാരിച്ചത് എൻ്റെ അടുത്താണ്. സാധാരണ പിതാവിനടുത്ത് കുമ്പസാരിക്കാറുള്ളത്. ആ സമയത്ത് പിതാവിനെ കിട്ടാത്തതുകൊണ്ട് എൻ്റെ അടുത്ത് മരിക്കണ ഒരാഴ്ച മുമ്പ് ക്ലേപ്പെട്ടമ്മ കുമ്പസാരിച്ച് നന്നായിട്ട് ഒരുങ്ങി ഒരു വിശുദ്ധമായ ജീവൻ നയിച്ച വ്യക്തിയാണ് ക്ലേപ്പെട്ടമ്മ, എനിക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ വിശുദ്ധ ചൈതന്യ സിസ്റ്റർ മരിക്കണ മുമ്പ് അവസാനം ഓപ്പറേഷനയ്ക്ക് എനിക്ക് എത്തിച്ചേരാൻ പറ്റിയ അവസാനം ഞാൻ പറഞ്ഞു ഓപ്പറേഷൻ കൊടുത്തു. അവസാനം ഞാൻ തന്നെയാണ് ഈ ചൈതന്യ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചത്. അപ്പോൾ മദറോട് പറഞ്ഞു, മദറെ 24 മണിക്കൂർ വിട്ടു പോകില്ല, നാളെ ചൈതന്യ സിസ്റ്റർ പോകുന്ന. ഒല്ലൂരത്തെ ഫാറ്റിമ ഗവൺമെൻറ്റിലെ ബഹുമാനപ്പെട്ട ലിൻസി ജോൺ ആണ് മദർ. മദറോട് പറഞ്ഞു, ഇവരെ എനിക്ക് അതുപോലെ എൻ്റെ കൂടെ നടന്നവർ, അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പറയാം, 24 മണിക്കൂർ വിട്ട് പോകില്ല. മദർ എല്ലാ ക്രമീകരണം നടത്തിക്കും. അതുപോലെ പിറ്റേ ദിവസം ആയപ്പോഴേക്കും ചൈതന്യ സിസ്റ്റർ മരണമടഞ്ഞു. ഞങ്ങൾക്ക് കൂട്ടത്തിലെ ഞാനും ക്രിസ്ലോക സിസ്റ്റർ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ദൈവം ഈ പ്രശ്നങ്ങൾ ഒത്തിരിയേറെ എന്നെ സഹായിച്ചിട്ടുണ്ട്, എന്നെ വളർത്തിയിട്ടുണ്ട്. ഒരിക്കലും ഞാൻ പ്രശ്നങ്ങളുടെ ധ്യാനം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത്, അന്ന് എൽത്തിരുത്തുപള്ളിയിലെ കൊച്ചച്ഛനാണ് ഞാൻ. ആ സമയത്ത് അന്ന് രാത്രി ധ്യാനം കഴിഞ്ഞിട്ട് രാത്രി 10 മണിക്ക് എനിക്ക് അവിടുത്തെ അമ്മ സംഘത്തെ കൊണ്ടിട്ട് ടൂർ പോകാനുണ്ട്. ആരാധന സമയത്ത് ഉപാസ്യം പറഞ്ഞു, നിങ്ങൾ പോകുന്ന ബസ് കൊക്കയിലേക്ക് മറയുമെന്ന്, അപകടം സംഭവിക്കുമെന്ന്. ഉടനെ ഞാൻ ക്ലേപ്പെട്ടമ്മോട് പറഞ്ഞു, ഇങ്ങനെയാണ് ചൈനീസ് സിസ്റ്റം പറഞ്ഞു, ഇങ്ങനെ ബസ് അപകടത്തിൽ പെടുന്നാണ് പ്രോസിമ പറയണേ. പേര് പറഞ്ഞു, ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞു അവിടെ അടുത്തും.
അവിടെ ധ്യാനത്തിലിരിക്കുന്ന എല്ലാ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കണം. ഇങ്ങനെയാണ് എബ്രാസ്യമ്മ എനിക്ക് സന്ദേശം തരണേ, ഒരു പക്ഷേ സന്ദേശം തെറ്റാൻ സാധ്യതയുണ്ടാവും, പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അന്ന് എല്ലാ സിസ്റ്റേഴ്സും രാത്രി ശക്തമായിട്ട് ഇരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ആദ്യം വിചാരിച്ചു, ഞാൻ അവിടെയും പറഞ്ഞു, പിന്നെ ഈ ബസ്സിലുള്ള 5 പേരോട്, എനിക്ക് വിശ്വാസമുള്ള പ്രാർത്ഥിക്കുമെന്ന് പറയുന്ന 5 പേരോടും അവരുടെ വീട്ടുകാരോട് ഞാൻ പറഞ്ഞു, നമ്മുടെ ഈ പോണ ബസ് അപകടത്തിലേക്കാണ് പോണെന്നുള്ളത്. പക്ഷെ നിങ്ങളാരും മിണ്ടരുത്, കൊന്തച്ചൊല്ലി പ്രാർത്ഥിച്ചാൽ മതി എന്ന് മാത്രം പറഞ്ഞു. എബ്രാസ്യമ്മ നമ്മളെ സംരക്ഷിച്ചോളും. അപ്പൊ എബ്രാസ്യമ്മ ഞാൻ പറഞ്ഞു, എബ്രാസ്യമ്മേ, നമ്മള് കൊക്കയിലേക്ക് മരിക്കാൻ പോകുമ്പോൾ ഇപ്പൊ മേരേജിൽ പറയും, മേരേജ് ഇതേ മരിക്കാം, മേരേജ് കുഴപ്പമില്ല എന്ന് പറയും. എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു, ദൈവമേ, ഈ ടൂറ് പോയിട്ട് മരിക്കേണ്ട ആവശ്യമുണ്ടോ കൊക്കയിലേക്ക് പോയിട്ട്? കാരണം 160 താഴ്ചയുള്ള കൊക്കയാണ്. അപ്പൊ ഈ പോസിബിൾ ഞാൻ എബ്രാസ്യമേ, ഞാൻ പോണില്ല ടൂർ, ഞാൻ പോണില്ല എന്ന് പറഞ്ഞു. അവര് പൊക്കോട്ടെ. അപ്പൊ എബ്രാസ്യം പറഞ്ഞു, പറ്റില്ല, നീ തന്നെ പോണം, ഇതൊരു അനുഭവമാണ്, നീ തന്നെ പോണം, നീ തന്നെ ബസ്സിന്റെ ഏറ്റവും ഫ്രണ്ടിൽ ഇരിക്കണമെന്ന്. നന്നായി. അപ്പൊ ഞാൻ പറഞ്ഞു, എബ്രാസ്യമേ, ഞാൻ ഫ്രണ്ടിലിരിക്കാം, പക്ഷെ ഒരു കാര്യമുണ്ട്, ഫ്രണ്ടിലെ പരിശുദ്ധ അമ്മയെ നിർത്തണം, ബാക്കിലെ എബ്രാസ്യം ഉണ്ടാകണം സംരക്ഷണമായിട്ട്, എന്നാ ഞാൻ പോവാന്ന് പറഞ്ഞു. അന്ന് ഈ മരിക്കാൻ പോവാന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, ഒരു സ്ട്രഗിള് എൻ്റെ മനസ്സിൽ തീ ആളിയിട്ടാണ് ഞാൻ അവിടെ ബസ്സിലിരിക്കണേ. ആരോടും പറയാൻ പറ്റില്ല, ടൂറ് പറഞ്ഞ അപ്പം ടൂറ് ക്യാൻസലാവും, ഉറപ്പാണ്. അത് കഴിഞ്ഞിട്ട് 10 മണിക്ക് ബസ്സിൽ കയറി, ഞാൻ ഒന്നും മിണ്ടണില്ല. എല്ലാവരും ചോദിച്ചു, എന്താ കൊച്ചച്ഛനെ പറ്റിയേ? ഞാൻ പറഞ്ഞു, ധ്യാനം കഴിഞ്ഞ ക്ഷീണം, അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഒന്നും എന്നോടും പറയണ്ട. ഊട്ടിക്കാണ് ടൂറ് പോണത്, ഊട്ടിയിലേക്കാണ് ഞങ്ങൾ ടൂറ് പോണത്. അങ്ങനെ അമ്മ സംഘത്തെ കൊണ്ടിട്ട് ടൂറ് പോവാണ്. ഏറ്റവും ഫ്രണ്ടിലിരുന്ന് ഞാൻ കുറേ നേരം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ഏകദേശം ഒരു 3 മണിയായപ്പോൾ ഞാൻ തന്നെ ഉറങ്ങിപ്പോയി. ബസ് ഇടിക്കൂല്ലേ? നിങ്ങൾ പറ. മരിച്ചു പറഞ്ഞില്ല എന്ന്. ബസ് ഇടിച്ചു. ബസ്സിന്റെ ബാക്കിൽ വന്നിട്ട് തമിഴ്നാട് ട്രാൻസ്പോർട്ടിന്റെ ബസ് വന്നിട്ട് ഞങ്ങൾ അവസാനത്തെ ഹെയർ പിൻ കയറി ഇങ്ങനെ വളയുന്ന സമയത്ത് ബാക്കിൽ നിന്ന് തമിഴ്നാട് ട്രാൻസ്പോർട്ടിന്റെ ബസ് വന്നിട്ട് ഒറ്റയിടിക്കുക. ഇടിച്ച് ബസ് നിൽക്കുന്നത് കൊക്കയിലേക്ക് ഫ്രണ്ട് ഭാഗം പകുതിയായിട്ട്. ഞാൻ ഫ്രണ്ടിൽ നോക്കുമ്പോൾ, ഓർക്കത്ത് നീറ്റ് നോക്കുമ്പോൾ കാണുന്നത് ഒരു 200-250 താഴ്ചയുള്ള കൊക്ക ഇങ്ങനെ നിൽക്കാം, തുമ്പത്ത് ഇങ്ങനെ നിൽക്കാം. നല്ല സുഖമുണ്ടല്ലേ? പക്ഷെ അതിലൊരാൾക്കും ഒരു പരിക്കും ഒരു പോറലുണ്ടായില്ല. ഉടനെ ഡ്രൈവർ പറഞ്ഞു, നിങ്ങളിപ്പോൾ ആരും ഇറങ്ങരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരും ഒരു ഭാഗ്യം എന്ന് വെച്ചാലേ എല്ലാവരും കിടന്നുറങ്ങായിരുന്നു, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അവിടെ കുറേ പേരൊന്നും ഉറക്കത്തിന് ഞെട്ടിയേറ്റു, ചാടിയെന്നേറ്റു, കൂട്ടവിളിയെ എല്ലാവരും കൂടിയിട്ട്. അപ്പം എല്ലാവരും പറഞ്ഞു അവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് ആ ട്രാൻസ്പോർട്ട് ബസ്സിലത്തെ ആൾക്കാർ ഇറങ്ങി വന്നിട്ടാണ് ആ ബസ് ബാക്കിലേക്ക് എടുത്ത് ഞങ്ങളുടെ യാത്ര തുടർന്ന് പോയത്. എന്ന് പറയാൻ കാരണം, എനിക്ക് ഒത്തിരിയേറെ അനുഭവമുണ്ട്. ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയില്ല, പ്രശ്നം വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയില്ല. കാരണം നിങ്ങൾ കേൾക്കാത്തതും ആയ ഒത്തിരിയേറെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അത് മണിക്കൂറോളല്ല, ഒരു ദിവസം പോയി എടുത്തു കഴിഞ്ഞാൽ പ്രാസ്യം പറ്റി പറഞ്ഞു കഴിയില്ല. അത്രമാത്രം ഈ പ്രാസ്യമ എൻ്റെ ജീവിതത്തിലേക്ക് സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, എനിക്ക് 2014 വിശുദ്ധ പദവി പ്രഖ്യാപനത്തിനായിട്ട് അത് വരെ സാട്ടാ ക്ലേപ്പട്ടറും പറഞ്ഞു, അച്ഛൻ വേണമെങ്കിൽ ഞങ്ങൾക്ക് സെക്രട്ടറി അച്ഛൻ വേണമെങ്കിൽ റോമിലേക്ക് പോന്നോ, പക്ഷെ പൈസ സംഘടിപ്പിക്കണവരെന്ന് പറഞ്ഞു. 1.25 ലക്ഷം രൂപ ഞങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു റോമിലേക്ക് വിശുദ്ധ പദവിയിലേക്കായിട്ട്. നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടാവില്ല റോമിൽ വിശുദ്ധ പദവിക്ക് പോകാനായിട്ട്. ചവറപിതാവിൻ്റെയും ഉണ്ട്.
ക്ലീപ്പട്ടൻ പറഞ്ഞ അച്ഛൻ വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ പോന്നോളാൻ പറഞ്ഞു. ഞങ്ങളത് അഡ്ജസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. പക്ഷേ പ്രസിഡന്റ് ചോദിച്ചു, പോണോന്ന് ചോദിച്ചു. എന്തായിരിക്കും പറയാം? പോണ്ടാന്ന് പറഞ്ഞു. ഞാൻ പോയില്ല. പ്രസിഡന്റ് പറഞ്ഞു അവിടെ പ്രാർത്ഥിച്ചോളാം. ഇവിടെ പ്രസ്യമ്മ പോണ്ട എന്ന് പറയണേ. പ്രസ്യം പറഞ്ഞു, പിന്നെയൊരു പ്രാവശ്യം നീ റോമയിൽ പോവും. അങ്ങനെ 2018 ഞാൻ പഠിക്കാനായിട്ട് റോമയിൽ പോയത്. പിന്നെ പ്രാവശ്യം നീ റോമയിൽ പോവും, അത് ഞാൻ നിനക്ക് ഗ്യാരണ്ടി തരാം, ഇപ്പൊ പോണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ കാര്യങ്ങളും പ്രസ്യമ വളരെ വ്യക്തമായിട്ട് നിർദ്ദേശം. അവിടുത്തെ നാമകരണ സമയത്ത് റോമിൽ നിന്നോ തടസ്സങ്ങൾ വരുമ്പോൾ പ്രസ്യം പറയും, അത് ഇന്ന പോലെ ചെയ്താൽ മതി എന്ന്. അപ്പൊ ഞാൻ ക്ലേപ്പെട്ടമേ പ്രസ്യമ പറയുന്നത് ഇന്ന പോലെ ചെയ്താൽ മതി എന്നാ. ഓക്കെ. പക്ഷെ എൻ്റെ റോള് കഴിഞ്ഞു. അവിടുത്തെ പ്രസ്യമ നാമകരണ വിളക്ക് വേണ്ടിയിട്ട് പ്രസ്യമ പ്രത്യേകമായിട്ട് എന്നെ ഒരുക്കിയതാണെന്ന് എനിക്കറിയാം. അപ്പോൾ അത് കഴിഞ്ഞോടി ഞാൻ പിന്നെ അങ്ങനെ അധികം പോവാറില്ല. പ്രാർത്ഥിക്കാൻ പോവും, അത്രമാത്രം. നമ്മുടെ റോള് നമ്മളവിടെ കടിച്ചു നോക്കിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ അവിടുത്തെ റോള് കഴിഞ്ഞു, ഞാൻ ഒന്നും ചെയ്യാനില്ല അവിടെ. അപ്പം നമ്മൾ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. പ്രസ്യമയുടെ മാധ്യസ്ഥം നിങ്ങൾ യാചിച്ച് പ്രാർത്ഥിച്ചാലേ, അപേക്ഷിച്ചാലേ ഉപേക്ഷിക്കാത്തവളാണ് നമ്മുടെ പ്രസ്യമ്മ. ഒത്തിരി പ്രാർത്ഥനയുടെ, ഒത്തിരി മക്കൾക്ക് ഒത്തിരി കാര്യങ്ങൾ പറയുകയാണ്. എനിക്ക് സമയം നമുക്ക് അനുവദിക്കുന്നില്ല. നമുക്ക് ഇനി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കുന്നോളത്തിൻ്റെ പ്രസക്തി ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. പ്രസ്യമ്മ ഇവിടെ ചെർളയം മഠത്തിൽ വന്നിട്ടുണ്ട്. അത് നമ്മോട് ഞാൻ ചോദിച്ചിരുന്നു. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. പ്രസ്യമ്മയുടെ അമ്മയുടെ വീട് അരനാട്ടിരിയാണ്. അവിടെയാണ് മാമോദിസ മുക്കിയത് എന്നുള്ളൊരു സംശയം അതിനകത്ത് വന്നു. പക്ഷേ ക്ലേപ്പട്ടം പറഞ്ഞു, അപ്പോൾ അരനാട്ടുകാരി അതാ നാമകരണ പദ്ധതി വിശുദ്ധ പദ്ധതിയിലേക്ക് എത്തുമ്പോൾ അരനാട്ടുകാരി ആ വീടൊക്കെ ഭയങ്കര പ്രസക്തിയുള്ളതാണ്, അതുകൊണ്ട് അത് കൃത്യമായിട്ടുണ്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ അരനാട്ടിലെ പള്ളി ധാരണയിലാണ്. സാധാരണ അമ്മ വീട്ടിലാണ് മാമോദിസ മുക്കാറ്, കൊച്ചായുണ്ട്. അപ്പോൾ ഞാൻ പ്രസിഡന്റ് ചോദിച്ച പ്രസിഡന്റ് പറഞ്ഞു അല്ല എന്ന് പറഞ്ഞു, എടത്തുരുത്തി പള്ളിയിലാന്ന് പറഞ്ഞു. അപ്പോൾ ക്ലിയപ്പെട്ടമ്മ ആദ്യം പോയിട്ട് അവിടെ നോക്കി എല്ലാ രേഖയും നോക്കിയതാ. അപ്പോൾ കുറേ രേഖകൾ അവിടുത്തെ കത്തി പോയിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ഒരു ഡോക്യുമെന്റ്സും കിട്ടാനില്ല. അപ്പോൾ ക്ലിയപ്പെട്ടപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, പ്രസിമ പറയുന്നത് കത്തിപ്പോവാത്തൊരു പുസ്തകം അവിടെയുണ്ട്, അത് നോക്കി തപ്പാൻ പറഞ്ഞു. തപ്പിയപ്പോൾ എടത്തുരുത്തി പള്ളിയിലാണ് മാമോദിസ മുക്കിയതായിട്ടുള്ള രേഖകൾ കണ്ടുപിടിക്കാൻ സാധിച്ചു. കുന്നുകളുമായിട്ട് പ്രസമയ്ക്ക് ഒത്തിരിയേറെ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. ഈ ചെർളയം മഠം അതൊരു പനമ്പ് മഠമായിരുന്നു. നമ്മൾ ഒരു മഠത്തിലേക്ക് ചെല്ലുമ്പോൾ അത് ബിഷപ്പൊക്കെ ആണെങ്കിലാണ് നാളാകുമ്പോൾ കൃത്യമായിട്ട് എഴുതുക. അഭിപ്രാസ്യം അത്ര പ്രസക്തിയുള്ള ആളൊന്നല്ലായിരുന്നു. പക്ഷേ അഭിപ്രാസ്യമ സമാധിയോട് പറഞ്ഞു, എന്തായാലും ഈ പ്രാവശ്യം അത് നിർത്താൻ വരട്ടെ, ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. അഭിപ്രാസ്യമ അന്ന് നവസന്യാസി ഗുരുവാണ് ഉള്ളൂരത്ത്. അഭിപ്രാസ്യമ പ്രാർത്ഥിച്ചു. പിന്നെ ഉപദ്രവം ഉണ്ടായിട്ടില്ല. അഭിപ്രാസ്യമ മരിച്ച സമയത്ത് ഇവിടെ ചെർളയം മഠത്തിലെ മണി അടിച്ചു. ഒപ്പം തന്നെ ഒല്ലൂര് സെന്റ് മേരീസ് കോൺവെന്റ് മണിമുറുത്ത മണിയും ഒരുമിച്ച് അടിച്ചു കറക്റ്റ് സമയത്ത്. ഒരു സിസ്റ്റേഴ്സ് നോക്കിയപ്പോൾ ആരെയും കാണാനില്ല, മണി വെറുതെ കിടന്ന് അടിക്കുക. ആ മണിയാണ് ഇപ്പോൾ ചെർളയംപള്ളിയിൽ വെച്ചിരിക്കുന്നത്. ആ ചെർളയംപള്ളിയത്തെ മണി അതിനൊരു പ്രത്യേകതയുണ്ട്. അത് മേരിച്ച് കേട്ടിട്ടുണ്ടോ? ചെറയങ്കാരും കേട്ടിട്ടില്ല എന്നല്ലേ? ഞാൻ ചേട്ടൻ ഇവിടെ ഉണ്ട്. ആ മണി വിൽക്കാനായി പോയി കഥ കേട്ടിട്ടുണ്ടാ? കേട്ടിട്ടുണ്ടാ? ബിജച്ചന് മുമ്പ് ആലപ്പാട്ടച്ചൻ എന്നും ആലപ്പാട്ട് സമയത്താണ് ഈ മണി വിൽക്കാനായിട്ട് പോയത്. ഒറ്റ സ്ഥലത്തും മണി എടുത്തില്ല. ആരെ പോയെന്ന് എനിക്കറിയില്ല. കാരണം സുനിൽ ചേട്ടൻ അന്ന് ആ സമയത്ത് രണ്ടുപേര് വിൽക്കാൻ ആ മണി, ഈ മണി ആർക്കും പഴക്കമുണ്ടല്ലോ, പണ്ടത്തെ മണിയാണല്ലോ. അതിവിടെ ഒരു എല്ലാ വേസ്റ്റ് റൂമിൽ കൊണ്ടിട്ടൊക്കെയായിരുന്നു ഈ മണി.
അത് വിൽക്കാൻ പോയപ്പോഴാണ് അതാരും വാങ്ങിക്കണില്ല. ആരെങ്കിലും വാങ്ങിച്ചാൽ വഴിക്ക് പോയേനെ, അത് വാങ്ങിക്കാൻ പറ്റില്ല. അങ്ങനെ തിരിച്ചു വന്ന് കൊണ്ടു കഴിഞ്ഞപ്പോഴാണ് സിസ്റ്റേഴ്സ് അന്വേഷിച്ചു വന്നിങ്ങനെ മണി അവിടെ കടങ്ങിയിട്ടുണ്ട്, ആ മണിയായിരിക്കും എന്ന് പിന്നീട് അതിൻ്റെ ഒരു ഇത് കിട്ടിയത്. അപ്പം നിങ്ങൾക്ക് വ്യാഴാഴ്ച സാധിക്കുന്നവർക്ക് ഒല്ലൂർ പോയി പ്രാർത്ഥിക്കണം. പറ്റാത്തവരുണ്ടെങ്കിൽ ചെറുളയും മഠത്തിൽ ആ മണിയടിച്ചിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലേ ഈ പ്രസ്യയുടെ മാധ്യസ്ഥം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് ആസ്വദിച്ച് അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുർബാന കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ ശുശ്രൂഷയുണ്ട്, അത് കഴിഞ്ഞ ദണ്ഡ് സമർപ്പണമുണ്ട്, അത് കഴിഞ്ഞ സമയത്ത് കഞ്ഞി കുടിക്കാൻ പോവും. അതിനുശേഷം നമ്മൾ പ്രസ്യമ്മയുടെ രൂപം എഴുന്നള്ളിച്ചുള്ള പ്രദർശനമുണ്ട്, ദിവ്യഗാന പ്രദർശനമുണ്ട്. അപ്പം അതിന് നറുക്കെടുക്കാനായിട്ട് പ്രസ്യമയെ പിടിക്കാനായിട്ട് ആരൊക്കെയാണ് ഇതിനകത്ത് ആരാണ് പ്രശ്നം കൂടുതൽ പ്രാർത്ഥിക്കണേന്ന് അറിയാനായിട്ട് നറുക്കെടുക്കാനായിട്ട് പുറകിൽ ബക്കറ്റ് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ പേര് എഴുതിയിടണം. കുട പിടിക്കാനുള്ള പേരും വിളക്ക് പിടിക്കാനുള്ള പേരും അതിൽ നിന്ന് നറുക്കെട്ട് എടുക്കുന്നതായിരിക്കും പ്രത്യേകമായിട്ടും ഓർമ്മിപ്പിക്കുകയാണ്. അത് മദറായിരിക്കും എടുക്കേണ്ടാവുക. കാരണം ഞാൻ എടുത്ത നിങ്ങൾ പറയും അത് മേരിച്ചോട് സ്നേഹം കൊണ്ട് മേരിച്ചത് പേരെടുത്ത് നിങ്ങൾ പറയും. അപ്പം അതുകൊണ്ട് മദർ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എടുപ്പിക്കുള്ളൂ. അതുകൊണ്ട് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും തയ്യെന്ന് പ്രതീക്ഷിക്കുന്നു പ്രസമ്മയുടെ തിരുശേഷിപ്പ് തരുന്നതായിരിക്കും. അത് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അച്ഛനെ ഓർമ്മിപ്പിക്കുകയാണ്. ആ തിരുശേഷിപ്പ് ഞാനവിടെ നിന്ന് കുറച്ച് തല്ലുകൂടി വാങ്ങിച്ചതാണ്. അങ്ങനെ അവിടെ കുറച്ച് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അതല്ല, ഇത് സെപ്പറേറ്റാണ്. കാരണം ചെറുളയം മഠത്തിലുണ്ടായിരുന്ന ഒരു ആഷ സിസ്റ്റർ അറിയാം. ആഷ സിസ്റ്ററിനെ ഈ ആഷ സിസ്റ്ററാണ് ഈ തിരുശേഷിപ്പൊക്കെ ഉണ്ടാക്കിയത്. അവിടുത്തെ ഓരോ കാര്യങ്ങളും എനിക്കറിയാം. കാരണം ആഷ സിസ്റ്ററോട് ഞാൻ അന്ന് പറഞ്ഞു, സിസ്റ്ററെ പരമാവധി കുഴിമാടത്തിൽ നിന്ന് മണ്ണും ഒക്കെ എടുത്തോളാൻ പറഞ്ഞു. എല്ലുപൊടിയും മണ്ണൊക്കെ എടുത്ത് സിസ്റ്ററൊക്കെ ശേഖരിച്ച് വെച്ച് അന്ന് കുഴിമാടം തുറന്നപ്പോൾ ഒക്കെ എടുത്ത് ശേഖരിച്ച് വെച്ച് ഈ ആഷ സിസ്റ്റർ കുത്തിയിരുന്നിട്ടാണ്. ഇപ്പോൾ ഈ സിസ്റ്റർ അവിടെ നിന്ന് മാറിപ്പോയി, ഈ കഴിഞ്ഞ കൊല്ലം ഇവിടെ നിന്ന് മാറിപ്പോയി. ഈ ആഷ സിസ്റ്ററാണ് പാവം. അത് കുത്തിരുന്ന് കഷ്ടപ്പെട്ട് രാത്രിയും പകലും കഷ്ടപ്പെട്ടിരുന്ന് ഈ പ്രസവയുടെ കുഴിമാടത്തെ മണ്ണ് ഇതിൽ വെച്ചിട്ട് അത് ഒട്ടിച്ചിട്ടാണ് എല്ലിൻ്റെ പൊടിയും മണ്ണും കൂടി ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. കുഴിമാടത്തിലത്തെ അത് ആഷ സിസ്റ്ററാണ് അത് ഒട്ടിച്ച്. അത് ആദ്യം എനിക്ക് കാണിച്ചു എന്ന് വെച്ചാൽ അപ്പോൾ അതിൻ്റെ ഗമ്മ് ശരിയായില്ലാണ്ട് വേറെ ഗമ്മ് വെച്ച് ഒത്തിരി 2011, 12 കാലഘട്ടങ്ങൾ 13 കാലഘട്ടങ്ങളിൽ ആ സിസ്റ്റർ 3 വർഷം ഇരുന്ന് ആ സിസ്റ്ററിൻ്റെ അധ്വാനമാണ് ഈ തിരുശേഷിപ്പായിട്ട്. ഒത്തിരി ശേഷിപ്പടിയുണ്ട് നമുക്ക് അവിടെ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായി സിസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രത്യേകം നന്ദി പറഞ്ഞ ഹൃദയത്തോടുകൂടി ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.